ഹലോ അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി നാടൻ മിക്സറാണ്. അതിന് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് നിരക്കടല, കുറച്ച് പൊട്ടുകടല, 4 വറ്റൽ മുളക്, കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, കരിയാമ്പ്, കായപ്പൊടി, കടലമാവ് ഇതെല്ലാം വെച്ചാണ് മിക്സർ ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കിലോ കടലമാവാണ്. ഇടിയപ്പത്തിന്റെ അച്ചിലാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവ് മിക്സറിന് അധികം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പും 1 സ്പൂൺ കായപ്പൊടിയും ഇട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം. പെട്ടെന്ന് ഈസിയായി നമ്മൾക്ക് വീട്ടിൽ തന്നെ ഫ്രഷ് മിക്സർ ഉണ്ടാക്കിയെടുക്കാം. ഒന്ന് നമ്മൾ മനസ്സ് വെച്ചാൽ നമ്മളുടെ വീട്ടിൽ തന്നെ നമ്മൾക്ക് ഇതെല്ലാം ഉണ്ടാക്കി നമ്മളുടെ മക്കൾക്ക് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ കുറച്ച് വെള്ളമൊഴിച്ച് നമ്മൾ ചപ്പാത്തിയുടെ മാവ് കുഴച്ചെടുക്കും പോലെ കുഴച്ചെടുക്കണം. ഇനി ഇത് ഞാൻ കൈവച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാൻ പോവുകയാണ്. നമ്മളുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രൂപത്തിൽ വേണം മാവ് കുഴച്ചെടുക്കാൻ. ഇനി ഇത് ഇടിയപ്പത്തിന്റെ അച്ചിലിട്ട് നമ്മൾക്ക് എണ്ണ ചൂടാകാൻ ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതൊന്ന് ചുറ്റി കൊടുക്കണം. അരമണിക്കൂറിന്റെ ഉള്ളിൽ നമ്മൾക്ക് അടിപൊളി നാടൻ മിക്സർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. കടയിൽ നിന്നും ഒരുപാട് പഴക്കമുള്ളത് വാങ്ങി നമ്മളുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഞങ്ങൾ ശ്രമിച്ചു നോക്കണം. ഇത് ഇതുപോലെ ചുറ്റി എടുക്കാം. ഇത് ഒരുപാട് കട്ടിയിൽ ചുറ്റരുത്. പെട്ടെന്ന് ഇത് പൊരിഞ്ഞു കിട്ടും. ഒരുപാട് പൊരിഞ്ഞു പോകരുത്. പൊരിഞ്ഞു പോയാൽ ഇതിന് കയ്പ് രുചി ആവും. ഇത് ബബിൾസ് എല്ലാം ഇപ്പോൾ എണ്ണയുടെ ബബിൾസ് എല്ലാം മാറിയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ഇത് കോരിയെടുക്കുന്നത്. അത് നിങ്ങൾക്ക് എണ്ണയിലിട്ട് കോരാനാവുമ്പോൾ നോക്കിയാൽ മനസ്സിലാവും. ഇതുപോലെ വീണ്ടും ചുറ്റിക്കൊടുക്കാം. ഇത് തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും ഫാമിലികൾക്കും ഷെയർ ചെയ്യുക. ഞാൻ മിക്സർ ഉണ്ടാക്കാൻ പഠിച്ചതിന് ശേഷം കടയിൽ നിന്നും മിക്സറും ചിപ്സൊന്നും ഞാൻ വാങ്ങാറില്ല. എല്ലാം വീട്ടിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടാണ് എൻ്റെ മക്കൾക്ക് കൊടുക്കാറ്. അതുപോലെ ഇനി നിങ്ങളും ഒന്ന് മനസ്സ് വെച്ചാൽ തീർച്ചയായും ഇതെല്ലാം നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഈ മാവ് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കണം. ഇത് മിക്സറിന്റെ ബോണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. കുറച്ചുകൂടി ഇതിലേക്ക് വെള്ളമൊഴിച്ച് നമ്മൾക്ക് ഈ രൂപത്തിൽ ആക്കിയെടുക്കണം. ഇനി അരിപ്പക്കൈയിൽ ഇത് ഒഴിച്ചു കൊടുത്ത് 1 സ്പൂൺ വെച്ച് നമ്മൾക്ക് ഇളക്കി കൊടുക്കാം. ഇതും നല്ലതുപോലെ ഇളക്കി കൊടുത്ത് പൊരിച്ചെടുക്കാം. ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായി വരുന്നതാണ്. നമ്മളുടെ ബോണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. കുറച്ച് എണ്ണ നമ്മൾക്ക് ഇതിൽ നിന്നും പോയി കിട്ടാനുണ്ട്. വീണ്ടും ഇതുപോലെ ചെയ്തെടുക്കാം. ഇത് നമ്മളുടെ മിക്സറിന്റെ ലാസ്റ്റ് ആണ്. ഇനി കടലകളെല്ലാം
വറുത്തെടുക്കാം. ഇത് കൈവച്ച് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. ഇനി ഞാൻ എണ്ണയിലേക്ക് കടല ഇട്ട് വറുത്തെടുക്കാം. കടലയിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നമ്മളുടെ കടല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കോരിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഇട്ടുകൊടുക്കുന്നത് പൊട്ടുകടലയാണ്. പൊട്ടുകടലയും ഇട്ട് വറുത്തെടുത്തതിന് ശേഷം നമ്മൾക്ക് വറ്റൽമുളകും കരിയാമ്പൊക്കെ പൊരിച്ചെടുക്കാം. ഇതെല്ലാം പെട്ടെന്ന് നമ്മൾക്ക് പൊരിഞ്ഞു കിട്ടും. തീർച്ചയായും അരമണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മിക്സറാണ്. പൊട്ടുകടലയും ഇവിടെ നമ്മൾക്ക് പൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇത് ബ്രൗൺ കളറാവുന്നത് വരെയൊന്നും പൊരിച്ചെടുക്കണ്ട. ഇതേ കളറിൽ നമ്മൾക്ക് കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് വറ്റൽ മുളകും ഇട്ട് പൊരിച്ചെടുക്കാം. അതിനുശേഷം കരിയാമ്പും ഇട്ട് പൊരിച്ചെടുക്കാം. കരിയാമ്പ് കുറച്ച് കൂടുതൽ വേണം. അത് മിക്സറിന് ഒരു മണവും മിക്സറിൽ കാണാൻ നല്ല ഭംഗിയുമാണ്. ഇനി ഒരു വെളുത്തുള്ളി മുതുമൻ ഞാൻ ചതച്ചെടുത്തതാണ്. തോല് കളയേണ്ട ആവശ്യമില്ല. ഇത് നല്ലതുപോലെ പൊരിച്ചെടുക്കണം. വെളുത്തുള്ളിയുടെ മണവും മിക്സറിന് നല്ല ടേസ്റ്റാണ്. എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പൊരിച്ചെടുത്ത സാധനങ്ങളെല്ലാം ഇട്ടുകൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഒരു അടിപൊളി മിക്സർ നമ്മൾക്ക് ഇവിടെ ശരിയായി കിട്ടിയിട്ടുണ്ട്. വെളുത്തുള്ളിയുടെയും കരിയാമ്പിന്റെയും നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നല്ല ക്രിസ്പി ആയിട്ടുള്ള മിക്സറാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.